ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 7ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠവല്ലി മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ ചോദ്യം ഒരു ആസ്വാദന കുറിപ്പാണ്. ഒരു നശിച്ച വള്ളിച്ചെടിയിൽ നിന്ന് ഇലകൾ കൊഴിയുന്നു എന്ന് കരുതി മരിക്കാൻ വിഡ്ഢിത്തമുള്ള ആളുകൾ ഈ ഭൂമിയിലുണ്ടോ? പ്രിയേ, അതാണ് ബർമാൻ്റെ മാസ്റ്റർ പീസ്. അവസാനത്തെ ഇല. കൊഴിഞ്ഞ രാത്രി അദ്ദേഹം ഇവിടെ മറ്റൊരു ഇല പെയിൻറ് ചെയ്തു. സൂചനകളും മറ്റ് കഥാസന്ദർഭങ്ങളും പരിഗണിച്ച് ആസ്വാദനം തയ്യാറാക്കുക. കൊഴിഞ്ഞു വീഴാൻ നിൽക്കുന്ന ഇല സ്വയം കൊഴിഞ്ഞ ബർമാൻ്റെ ജീവൻ്റെ ഇലയായി മാറുന്നു. കൊഴിഞ്ഞു വീഴാൻ നിൽക്കുന്ന ഇല സ്വയം കൊഴിഞ്ഞ ബർമാൻ്റെ ജീവൻ്റെ ഇലയായി മാറുന്നു. അയാളുടെ ആദ്യത്തെയും അവസാനത്തെയും ചിത്രമായി അത് മാറുന്നു. ഹെൻറിയുടെ കഥയാണ് അവസാനത്തെ ഇല. ന്യൂമോണിയ ബാധിച്ച് മരണത്തോടടുക്കുന്ന ജോൺസിയാണ് നായിക. അവളുടെ സ്നേഹിതയാണ് സ്യൂ. രണ്ടുപേരും ചിത്രകാരികളാണ്. അവർ താമസിക്കുന്നത് സമീപത്ത്. ബർമാൻ എന്ന 60-കാരനുണ്ട്. അയാളും ചിത്രകാരനാണ്, പക്ഷേ ചിത്രങ്ങൾ വരയ്ക്കാറില്ല, മദ്യപിക്കും. ചിത്രകാരികളായ പെൺകുട്ടികളെ അയാൾ സ്നേഹിച്ചു, ഒരു പിതാവിനെ പോലെ. ജോൺസിയെ ചികിത്സിക്കുന്ന ഡോക്ടർ അവളുടെ രോഗത്തിൻ്റെ ഗുരുതരാവസ്ഥ കൂട്ടുകാരിയെ അറിയിച്ചു. വിഷാദവതിയായ ജോൺസി മരണം കാത്തുകിടന്നു. ജാലകത്തിന് പുറത്ത് പഴക്കം ചെന്ന ഒരു വള്ളിച്ചെടി നിന്നിരുന്നു. അതിൻ്റെ ഇലകളെല്ലാം ഒന്നൊഴിയാതെ കൊഴിയുമ്പോൾ താൻ മരിക്കുമെന്ന് ജോൺസി ഉറപ്പിച്ചു. ഒരു തരം അന്ധവിശ്വാസം. ജീവിതത്തോട് അവൾക്ക് താല്പര്യം കുറഞ്ഞു വന്നു. ഇക്കാര്യം അറിഞ്ഞ ബർമാൻ വല്ലാതെ കോപിക്കുകയും ദുഃഖിക്കുകയും ചെയ്തു. അയാൾ ജോൺസിയെ കുറ്റപ്പെടുത്തി സംസാരിച്ചു. വള്ളിച്ചെടിയുടെ ഇലകളും ജോൺസിയുടെ ജീവനും തമ്മിലെന്ത് ബന്ധം? എല്ലാം അവളുടെ തോന്നലാണ്, അയാൾ പറഞ്ഞു. ദിവസങ്ങൾ കൊഴിഞ്ഞു വീണു. ഒപ്പം വള്ളിച്ചെടിയിലെ ഇലകളും കാറ്റിൽ അടർന്ന് നിലം പറ്റി. ഒടുവിൽ ഒരു ഇല മാത്രം അവശേഷിച്ചു. അത് അടുത്ത നാൾ കൊഴിഞ്ഞു വീഴുമെന്നും അപ്പോൾ താൻ മരിക്കുമെന്നും ജോൺസി സ്യൂവിനോട് പറഞ്ഞു. അടുത്ത ദിവസം രാവിലെ ജനൽ കർട്ടൻ നീക്കി ജോൺസി നോക്കി. ആ ഇല നിലം പൊത്തിയിരുന്നില്ല. അതോടെ അവളിൽ പ്രകടമായ മാറ്റം വന്നു തുടങ്ങി. ക്രമേണ അവൾ രോഗവിമുക്തി നേടി. പക്ഷേ ബർമാൻ ന്യൂമോണിയ ബാധിച്ചു മരണപ്പെട്ടു. അയാൾ മരിക്കും മുമ്പ് കൊടും തണുപ്പിൽ നിന്ന് വരച്ച ഇലയാണ് ജോൺസി വള്ളിയിൽ കണ്ടത്. വള്ളിച്ചെടിയിൽ ഉണ്ടായിരുന്ന ഇല കാറ്റിൽ കൊഴിഞ്ഞു പോയിരുന്നു. പകരം ബർമാൻ വരച്ചു ചേർത്ത ഇലയാണ് അയാളുടെ മാസ്റ്റർ പീസും ജോൺസിയുടെ ജീവനും. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ശീർഷകത്തിൻ്റെ ഔചിത്യം വ്യക്തമാക്കുക. നാളത്തെ പൊന്മാൻ എന്ന ശീർഷകം ഈ കഥയ്ക്ക് എത്രത്തോളം യോജിച്ചതാണ് എന്ന് വ്യക്തമാക്കുക. ആറ്റിറമ്പ് എന്ന ഗ്രാമത്തിൽ നടക്കുന്ന കഥ എഴുത്തുകാരൻ്റെ സാങ്കല്പിക സൃഷ്ടിയാണ്. സ്വസ്ഥമായി ഗ്രാമത്തിൽ ജീവിച്ചിരുന്ന പൊന്മാൻ മനുഷ്യരുടെ സ്വാർത്ഥത നിറഞ്ഞ ഇടപെടലുകളിൽ അസ്വസ്ഥനാവുകയും കഥാകൃത്തിൻ്റെ കയ്യിൽ നിന്ന് 10 രൂപ നോട്ട് കൊത്തിയെടുത്ത് മീനിനായി വിൽപ്പനക്കാരൻ്റെ പിന്നാലെ പായുകയും ചെയ്യുന്നതാണ് കഥ. ഉപഭോഗ സംസ്കാരത്തിലേക്ക് മനുഷ്യരെ പോലെ പായുന്ന പക്ഷിയെയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഭൂത, ഭാവി, വർത്തമാന കാലങ്ങളിൽ മനുഷ്യർക്കും ജീവജാലങ്ങൾക്കും ഉണ്ടാകുന്ന മാറ്റങ്ങളിലേക്ക് എത്തിനോക്കാൻ പ്രേരിപ്പിക്കുന്നതാണ് നാളത്തെ പൊന്മാൻ എന്ന കഥ. പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കാനുള്ള തന്ത്രങ്ങൾ മെനയാനുള്ള കരുത്തുകൂടി ഈ കഥയിലൂടെ ലഭിക്കുന്നു. നിലനിൽപ്പിനു വേണ്ടി പോരാട്ടം നടത്തേണ്ടി വരുന്ന എല്ലാ ജീവജാലങ്ങളുടെയും പ്രതീകമാണ് കഥയിലെ പൊന്മാൻ. അതുകൊണ്ട് തന്നെ ഈ ശീർഷകം കഥയ്ക്ക് ഉചിതമാണ്. എന്താണ്? നിലനിൽപ്പിന് വേണ്ടി പോരാട്ടം നടത്തേണ്ടി വരുന്ന എല്ലാ ജീവജാലങ്ങളുടെയും പ്രതീകമാണ് കഥയിലെ പൊന്മാൻ. ഇത് നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. പത്രാധിപർക്കുള്ള കത്താണ്. നിങ്ങളുടെ പ്രദേശത്തുള്ള ഏതെങ്കിലും പാരിസ്ഥിതിക പ്രശ്നത്തെക്കുറിച്ച് പത്രാധിപർക്ക് ഒരു കത്തെഴുതുക. അപ്പം നമ്മൾ കത്തെഴുതുമ്പോൾ സ്ഥലം, തീയതിയും എഴുതണം, വിഷയം എഴുതണം, ജലമലിനീകരണം തടയണം. ബഹുമാനപ്പെട്ട പത്രാധിപർ, എൻ്റെ നാട്ടിലെ പ്രധാനപ്പെട്ട നദിയായ ഐലം പുഴയിൽ ജനങ്ങൾ പ്ലാസ്റ്റിക് മാലിന്യവും സിമൻറ്റ് അവശിഷ്ടങ്ങളും കൊണ്ടിടുന്നത് പതിവാക്കിയിരിക്കുകയാണ്. ഇക്കാരണത്താൽ നദീജലത്തിൻ്റെ നിറത്തിൽ പോലും മാറ്റമുണ്ടായിട്ടുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ കുടിക്കാനും കുളിക്കാനും ആഹാരം പാകം ചെയ്യാനും ഈ നദിയിലെ ജലം ഉപയോഗിക്കുന്നുണ്ട്. ഇത്തരം മലിനീകരണങ്ങൾ തുടരുകയാണെങ്കിൽ മനുഷ്യർക്കും മൃഗങ്ങൾക്കും പക്ഷികൾക്കും പ്രകൃതിക്കുമെല്ലാം ഒരുപോലെ ആപത്തായി മാറും. വളരെ പ്രാധാന്യമുള്ള ഈ വിഷയം വളരെ വേഗത്തിൽ തന്നെ പരിഹാരം കാണണമെന്ന്
അറിയിക്കുകയാണ് എന്ന് മീനു ക്ലാസ് എഴുതുക. ഇനി അടുത്തത് പത്രാധിപരുടെ കത്തിൽ എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം, അഭിസംബോധന ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ ബഹുമാനപ്പെട്ട പത്രാധിപറിന് എഴുതിയുള്ള വിഷയം എഴുതണം, സൂചന, ഉചിതമായ ഭാഷ, അടുക്കും ചിട്ടയോടുമുള്ള അവതരണം, അതേപോലെ സ്വന്തം നിരീക്ഷണം, പ്രശ്നപരിഹാര നിർദ്ദേശം, ഇതൊക്കെ നമ്മൾ ഉൾപ്പെടുത്തണം. ഇനി നമുക്കൊരു പ്രസംഗം എഴുതാം. പഞ്ചായത്ത് തലത്തിൽ നിങ്ങളുടെ സ്കൂളിൽ സംഘടിപ്പിച്ച വിത്ത് മഹോത്സവത്തിൽ കൃഷിയെക്കുറിച്ചുള്ള ഒരു സെമിനാർ ഉണ്ടായിരുന്നു. ആ സെമിനാറിൽ കൃഷിയുടെ പ്രാധാന്യം ഇന്നത്തെ സമൂഹത്തിൽ എന്ന വിഷയത്തിൽ നിങ്ങൾ നടത്തുന്ന ഒരു പ്രസംഗം എഴുതുക. ബഹുമാന്യരെ, എനിക്കിന്നിവിടെ സംസാരിക്കാൻ തന്നിരിക്കുന്ന വിഷയം കൃഷിയുടെ പ്രാധാന്യം ഇന്നത്തെ സമൂഹത്തിൽ എന്നാണ്. ആദ്യമേ പറയട്ടെ, നാം കഴിക്കുന്ന ആഹാരം കാർഷിക പ്രവർത്തനങ്ങളുടെ ഫലമായി വിയർപ്പിൽ അധ്വാനിക്കുന്ന കർഷകരുടെ സമ്മാനമാണെന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. രാജ്യത്തിൻ്റെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിലും ദേശീയ വരുമാനത്തിലും പ്രധാന സംഭാവന നൽകുന്ന ഒന്നാണ് കാർഷിക മേഖല. നമ്മുടെ സമൂഹം പ്രധാനമായും ആശ്രയിക്കുന്നത് കാർഷിക മേഖലയെയാണ്. ഒരു കാര്യം നമ്മൾ ഓർക്കണം, നമ്മുടെ സമൂഹം പ്രധാനമായും നമ്മുടെ സമൂഹത്തിലെ സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന മേഖലയിലൊന്ന് കാർഷിക മേഖലയാണ്. ആയിരക്കണക്കിന് വർഷങ്ങളായി ഇത് തുടരുന്നു. കാലക്രമേണ കാർഷിക മേഖല വികസിക്കുകയും സമ്പദ് വ്യവസ്ഥയ്ക്ക് ആക്കം കൂടുകയും കൃഷിയിലേക്ക് യുവജനങ്ങളുടെ മനസ്സ് തിരിയേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. പേനയുന്തൽ ജോലി കൊണ്ട് വയറു നിറയ്ക്കാനാവില്ലെന്ന സത്യം നാം അറിയണം. കൃഷിയാണ് നമ്മുടെ മുഖ്യ ചിന്ത. അതിലേക്ക് വേണ്ടി നമ്മുടെ മനസ്സിനെ ഒന്നിപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇനി നമുക്കൊരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാം. ഫാത്തിമ തുരുത്ത് എന്ന കവിതയ്ക്ക് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. ഫാത്തിമ തുരുത്ത് എന്ന കവിത എന്താണ്? പ്രകൃതിയുടെ മനോഹാരിതയും തുരുത്തിൽ ജീവിക്കുന്ന ജീവികളുടെ സന്തുലിതാവസ്ഥയും അന്യവൽക്കരിക്കപ്പെട്ട കുറച്ച് മനുഷ്യരുടെ ജീവിതവും ചേർന്നാണ്. അപ്പോൾ ഫാത്തിമ തുരുത്ത് എന്ന് പറയുന്നത് അവിടെ ഒരുപാട് കാര്യങ്ങൾ ആ കവിതയിൽ നമ്മൾ വിശകലനം ചെയ്യുന്നുണ്ട്. ഒന്നാമത്തേത് പ്രകൃതിയുടെ മനോഹാരിതയാണ്. രണ്ടാമത്തേത് തുരുത്തിൽ ജീവിക്കുന്ന ജീവികളുടെ സന്തുലിതാവസ്ഥ. പിന്നെ കുറച്ച് അന്യവൽക്കരിക്കപ്പെട്ട അല്ലെങ്കിൽ മാറ്റിവെക്കപ്പെട്ട കുറച്ച് മനുഷ്യ. കേരളത്തിലെ ഒരു ഗ്രാമം തന്നെ. രാത്രി വഞ്ചിയിൽ സഞ്ചരിക്കുമ്പോൾ നിലാവ് പരക്കുമ്പോൾ ആ തുരുത്ത് കാണാൻ അതീവ ഭംഗിയാണ്. എപ്പോഴും കടുത്ത വേനലിൽ ചെടികൾ ഉണങ്ങി ഊഷരമാവാറുണ്ടവിടം. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഹൃദ്യമാണെങ്കിലും അടുത്തു ചെല്ലുമ്പോൾ കാഴ്ചകൾ നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുമെങ്കിലും നീറുന്ന ഒത്തിരി പ്രശ്നങ്ങളും അവിടെയുണ്ട്. മറ്റൊരു തുരുത്തിലോ കേരളത്തിലോ ഒരു ഗ്രാമത്തിലോ ചെന്നാൽ ഇതൊക്കെ തന്നെ ആണ് അവസ്ഥ. ഭംഗിയന്തര കവി അതും കവിതയിലൂടെ ഹൃദ്യമാക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊരു താരതമ്യക്കുറിപ്പ് തയ്യാറാക്കി നോക്കാം. ഐകമത്യം ഉണക്കച്ചുള്ളിയൊന്നായി ഒടിക്കാമേ ഏതു ബാലനും, ഒന്നിച്ചൊരു കെട്ടായാൽ ആനയ്ക്കും സാധ്യമായിട, അതിനാൽ ആദ്യം എല്ലാവരും ഉണക്കച്ചുള്ളിയാകുവിൻ, അത്തൽ വിട്ടിട്ടൊരേ കെട്ടിൽ അമർന്നോർത്തു കിടക്കുവിൻ, ഐകമത്യം മഹാബലം, മഹാവാക്യം മഹാത്ഭുതം. കടമ്മനിട്ട രാമകൃഷ്ണൻ. ഐകമത്യം എന്ന കവിതയെ പാഠഭാഗത്തിൻ്റെ ആശയവുമായി താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. മലയാളത്തിൻ്റെ പ്രിയ കവി കടമ്മനിട്ട രാമകൃഷ്ണൻ്റെ ഐകമത്യം എന്ന കവിത മനുഷ്യൻ ഒന്നിച്ചു നിന്നാൽ ഉണ്ടാകുന്ന ശക്തിയെ ചൂണ്ടിക്കാണിക്കുന്നു. ഭിന്നാഭിപ്രായം മാറി ഏകാഭിപ്രായക്കാരായാൽ ഉണ്ടാകുന്ന ബലമാണ് ഈ കവിത. ഉണക്കച്ചുള്ളി ഏത് ബാലനും ഒടിച്ചു കളയാം ഒറ്റയ്ക്കെടുക്കുമ്പോൾ, എന്നാൽ ആ ഉണക്ക കമ്പുകൾ ഒറ്റക്കെട്ടായാലോ ബലവാനായ ഒരാൾക്ക് പോലും ഒടിക്കാനാവില്ല, ആനയ്ക്കും കഴിയില്ല. എല്ലാവരും ഉണക്കച്ചുള്ളികളാകണം. അഹങ്കാരത്തിൻ്റെ ദുർമേധസ് കളയണം. എന്നിട്ട് സൗമ്യതയുടെയും ഒരേ അഭിപ്രായത്തിൻ്റെയും ഒറ്റക്കെട്ടാകണം. ഐകമത്യമാണ് മഹാബലം, യാതൊരു സംശയവുമില്ല. ഇതേ ആശയം തന്നെയാണ് കൈകോർത്തവർ പറഞ്ഞത് എന്ന കവിതയും. ഒന്നിച്ചു നിൽക്കുമ്പോൾ പ്രണയം കൈക്കുമ്പിളിലായി എവിടെയും എത്തുവാനുള്ള ഗോവണികളായി. ഒറ്റ ചിന്തയിലൂടെ സമയത്തെയും കാലത്തെയും കീഴടക്കി. കോട്ടകൾ കെട്ടാനും അധികാരത്തിൻ്റെ മതിലുകൾ പൊളിക്കാനും വേഗം കഴിഞ്ഞു. അക്ഷരങ്ങളെപ്പോലെ പർവ്വതങ്ങളെപ്പോലെ ഒട്ടും നശിക്കാതെ നിൽക്കാൻ ഐകമത്യം തന്നെയാണ് വേണ്ടത്. രണ്ടു കവിതകളും ഒരേ ആശയം പങ്കുവയ്ക്കുന്നു. എല്ലാം പണം കൊടുക്കുന്ന വാങ്ങുന്ന കാലത്തേക്ക് നാം എത്തിയ അവസ്ഥയെ ഓർമ്മിപ്പിക്കുന്നുണ്ടോ കഥയിലെ പൊന്മാൻ? നിങ്ങളുടെ അഭിപ്രായം കുറിപ്പായി എഴുതുക. അതിജീവനത്തിനുള്ള പ്രേരണ എല്ലാ ജീവജാലങ്ങൾക്കുമുണ്ട്.
പ്രതിസന്ധി ഘട്ടങ്ങളെ മറികടന്ന് കരുത്തോടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അതിലൂടെ കഴിയുന്നു. അതിജീവന നൈപുണ്യം ആർജിക്കാൻ ജീവജാലങ്ങൾ എല്ലാം ശ്രമിക്കുന്നുണ്ട്. കാലഘട്ടത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് അതിജീവന രീതികളും മാറ്റേണ്ടി വരുന്നു. അതുകൊണ്ട് തന്നെ അനുയോജ്യമായ ചില അതിജീവന തന്ത്രങ്ങൾ മെനയാൻ പുതിയ തലമുറയ്ക്ക് കഴിയണം. പുഴ മത്സ്യങ്ങളെ പിടികൂടാൻ മനുഷ്യർ തമ്മിൽ മല്ലടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞ പുതിയ സാഹചര്യത്തിൽ നാളത്തെ പൊന്മാനുകൾക്ക് മത്സ്യങ്ങളെ പുഴയിൽ നിന്ന് ലഭിക്കാതെ വരികയും മനുഷ്യരിൽ നിന്ന് വാങ്ങേണ്ടി വരികയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷത്തെപ്പറ്റി ചിന്തിക്കുവാൻ ഇടയായത് തീർത്തും ക്ഷീണിതനായും വിഷാദവാനായും ഇരിക്കുന്ന ഒരു വലിയ പൊന്മാനെ കണ്ടതോടെയാണ്. ഇപ്പോൾ പുതിയ സാഹചര്യത്തിൽ മത്സ്യങ്ങൾ കിട്ടാതിരിക്കുക, അപ്പോൾ മനുഷ്യരിൽ നിന്ന് അത് വാങ്ങേണ്ടി വരുന്ന ഒരു അവസ്ഥാവിശേഷത്തെക്കുറിച്ചാണ് പൊന്മാൻ എന്നതിലൂടെ നമുക്ക് ഓർമ്മിപ്പിക്കുന്നത്. മനുഷ്യൻ്റെ വിവേകമില്ലാത്ത പ്രവൃത്തിയും സ്വാർത്ഥതയും മൂലം എല്ലാം വില കൊടുത്തു വാങ്ങുന്ന മനുഷ്യൻ്റെ അവസ്ഥയെ ഓർമ്മിപ്പിക്കുന്നു ഈ കഥയിലെ പൊന്മാൻ. ഇനി നമുക്ക് അടുത്തത് ഒരു ചോദ്യാവലി തയ്യാറാക്കാനാണ്. പുഴയിൽ നഞ്ചു കലക്കി മീൻ പിടിക്കുന്നത് കൊണ്ടുള്ള പരിസ്ഥിതി പ്രശ്നങ്ങൾ എന്തെല്ലാമാണെന്ന് പരിസ്ഥിതി പ്രവർത്തകരിൽ നിന്ന് അറിയാൻ ഒരു ചോദ്യാവലി തയ്യാറാക്കുക. ചോദ്യാവലി മാതൃക ഇങ്ങനെയാണ്. നഞ്ചു കലക്കി മീൻ പിടിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണ്? നഞ്ചു കലക്കുമ്പോൾ മീനുകൾക്കല്ലാതെ മറ്റു ജലജീവികൾക്ക് ദോഷം സംഭവിക്കുമോ? നഞ്ചു കലക്കിയ പുഴയിലിറങ്ങിയാൽ മനുഷ്യർക്ക് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാകുമോ? ഇത്രയും ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാം. ഇനി അടുത്തത് കഥാപാത്ര നിരൂപണം തയ്യാറാക്കാനാണ്. അവസാനത്തെ ഇലയിലെ ഇല എന്ന കഥയിലെ ബർമാൻ എന്ന കഥാപാത്ര നിരൂപണം കുറിപ്പ് തയ്യാറാക്കുകയാണ്. സൂചനകൾ: ഒരു വിരൂപനായ വൃദ്ധൻ ഉപജീവനത്തിനായി മോഡലായി പ്രവർത്തിക്കുന്നു. തൻ്റെ മാസ്റ്റർ പീസ് ഒരു നാൾ രചിക്കുമെന്ന് പറയുകയും ഒരു വര പോലും ഉണ്ടാകാതിരിക്കുകയും ചെയ്യുക. തൻ്റെ ജീവൻ രോഗത്താൽ നഷ്ടപ്പെടുമെന്നറിഞ്ഞ് ജോൺസിയെ രക്ഷിക്കാൻ രാത്രി മുഴുവൻ മഞ്ഞിൽ കുതിർന്ന് ഇലയുടെ ചിത്രം വരച്ചു ചേർത്തു. അവസാനത്തെ ഇല എന്ന കഥയിലെ ശക്തമായ കഥാപാത്രമാണ് മോഡലായ പരസ്യ ചിത്രങ്ങൾ ചെയ്യുന്ന ഒരു മാസ്റ്റർ പീസ് ചിത്രം വരയ്ക്കാൻ മോഹിച്ചിരിക്കുന്ന ബർമാൻ എന്ന ചിത്രകാരൻ. ജോൺസിയുടെ വിശ്വാസം സംരക്ഷിക്കാൻ വള്ളിച്ചെടിയിൽ ഒരു ഇല ചേർക്കണമെന്ന് സ്യൂ പറഞ്ഞപ്പോൾ ബർമാൻ എതിർത്തു. എന്നാൽ അതായിരിക്കും തൻ്റെ വിശ്വപ്രസിദ്ധമായ പെയിൻറ്റിംഗ് എന്ന വിശ്വാസത്തോടെ നരമ്പുകൾ കോച്ചുന്ന തണുപ്പത്തിരുന്ന് ബർമാൻ ചിത്രം പൂർത്തിയാക്കുന്നു. മിസ്റ്റർ ന്യൂമോണിയ ബർമാനെ കൊണ്ടുപോകുമ്പോൾ തൻ്റെ പെയിൻറ്റിംഗ് കണ്ട് ജോൺസി രക്ഷപ്പെട്ടു കാണും എന്ന് അദ്ദേഹം ചിന്തിച്ചിരിക്കാം. ഈ കഥയിലെ തിളക്കമുള്ള ശക്തമായ കഥാപാത്രമാണ് ബർമാൻ. രൂപത്തിൽ വിരൂപതയുള്ള വൃദ്ധനായ ബർമാൻ ആഹാരത്തിനു വേണ്ടി മോഡലായി പ്രവർത്തിക്കുന്നു. സ്വന്തം ജീവൻ പണയപ്പെടുത്തി മാസ്റ്റർ പീസ് പെയിൻറ്റിംഗ് നടത്തിയ ബർമാൻ കഥയിലെ ഒരു അതുല്യ കഥാപാത്രമാണ്. ഇനി നമുക്ക് ഒരുപാട് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാനുണ്ട്. അടുത്ത വീഡിയോ വീണ്ടും കാണാം. താങ്ക്